സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. ഇതിനോടനുബന്ധിച്ച് നമ്മൾ അസീസിയ മെഡിക്കൽ കോളേജിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഈ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് എന്ത് ഒന്ന് സംസാരിക്കണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്നത്തെ പത്രവാർത്ത കണ്ടത്. അതായത് പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലാത്ത രണ്ട് ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കർ എന്ന് പറയുന്നവർ ഒരു കാരണവും ഇല്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു. വൃദ്ധരെ സംബന്ധിച്ച് ഹൃദയത്തിന് ഈ പോഷണം എത്തിക്കുന്ന കൊറോണറി ധമനികൾ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ രക്തക്കട്ടയൊക്കെ തുടങ്ങിയ അഴുക്കുകളൊക്കെ വന്ന് ബ്ലോക്കായിട്ട് ഇതുമാതിരി വരാം. പക്ഷേ ചെറുപ്പക്കാർക്ക് എന്ത് കൊണ്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വളരെ അപൂർവമായിട്ട് ഈ കുട്ടികളിൽ, ഞാൻ ബേസിക്കലി പീഡിയാട്രീഷ്യനാണ്, അതാണ് ഈ കുട്ടികളുടെ കാര്യം പറയുന്നത്. പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാതെ, അതായത് അസുഖമൊന്നും പുറത്ത് കാണാതെ തന്നെ ജനിതകമായിട്ടുള്ള ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനന തന്നെ കൊറോണറി ധമനി ചുരുങ്ങിയതാണ്, അല്ലെങ്കിൽ HCM എന്ന് പറയുന്ന കാർഡിയോമയോപ്പതി, അല്ലെങ്കിൽ ലോങ് ക്യൂറ്റി സിൻഡ്രോം എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്കും ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കണ്ണിന് ഇരുട്ട് കയറുക, മോഹാലസ്യം പോലെ തോന്നുക, സാധാരണ കുട്ടികൾ അത്രയും കളിക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷീണിച്ചിരിക്കേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വല്ലപ്പോഴുമെങ്കിലും കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താനൊരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ പത്രവാർത്തയിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആരോഗ്യമുള്ള കുട്ടികൾ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു. അത് ഈ പത്രവാർത്ത മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പുനീത് രാജകുമാർ, അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ആക്ടറാണ്, വലിയ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളാണ്. അദ്ദേഹം ജിമ്മ് കഴിഞ്ഞിട്ട് കുഴഞ്ഞു വീണ് മരിച്ചുവല്ലോ. പിന്നെ മറ്റേ കർണാടകത്തിലൊരാളുണ്ടല്ലോ, ഒരു അനിൽ, എന്താ പേര് ഞാൻ ഓർക്കണില്ല, അനിൽ കോത്സൂർ എന്നോ അങ്ങനെ കണ്ട ഒരാൾ. അയാളിങ്ങനെ ഡെയിലി 100 കിലോമീറ്റർ ഡെയിലി സൈക്കിൾ ചവിട്ടുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇത് വരാൻ എന്ത് കാര്യം എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഈ 100 കിലോമീറ്റർ ഡെയിലി സൈക്കിൾ ചവിട്ടുന്ന ആൾ, അദ്ദേഹം 1000 തവണ ഇങ്ങനെ 100 കിലോമീറ്റർ വെച്ച് ചവിട്ടിയിരിക്കുന്നു. അത്ര, അതായത് 40 മാസം അങ്ങാണ്ട് എല്ലാ ദിവസവും 100 കിലോമീറ്റർ ചവിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിനും കുഴഞ്ഞു വീണ് മരണം സംഭവിച്ചിരിക്കുന്നു. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പുനീത്, അദ്ദേഹം വളരെ വലിയ നടനാണ്. അദ്ദേഹം ജിമ്മിന് സമയം കണ്ടെത്തുന്നു. പക്ഷേ ഈ കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? വിശ്രമിക്കാനുള്ള സമയം മാറ്റിയിട്ടാണ് അദ്ദേഹം ഇതിനൊക്കെ പോകുന്നത്. കാരണം വിശ്രമിക്കുകയും പിന്നെ ഇതിന് സമയം കണ്ടെത്തുകയും ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം സിനിമയിൽ വളരെ വളരെ ബിസിയാണ്. അതേമാതിരിയാണ് ഈ സൈക്കിൾ ചവിട്ടുന്ന മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ലേ 100 കിലോമീറ്റർ ഡെയിലി ചവിട്ടുമെന്ന്. അദ്ദേഹം രാവിലെ 2 മണിക്ക് അല്ലെങ്കിൽ 2:30 ചാടി എണീറ്റാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം കോമൺ ആയിട്ട് നമ്മൾ എന്താ കാണുന്നത്? വിശ്രമമില്ല, ഉറക്കം കുറവ്. നമ്മുടെ ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ ഹൃദയപോഷണത്തിന് കൂടുതൽ ധമനികൾ ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ ഹൃദയത്തിന് അത് ഉണ്ടാക്കാൻ, നമ്മുടെ ശരീരത്തിന് അത് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ അതിനൊരു അവസരം കൊടുക്കണ്ടേ? നമ്മൾ വിശ്രമിക്കുമ്പോഴല്ലേ ശരീരത്തിന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് വലിയ തെറ്റാണ്. അപ്പോൾ കഠിനമായ അധ്വാനം അല്ലെങ്കിൽ കഠിനമായ വ്യായാമം കഴിഞ്ഞ് ഉറങ്ങാൻ സമയമില്ലെങ്കിൽ ഈ അധ്വാനത്തിന് പോകരുത്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ കണ്ടതാണ്, ഈ വൈറൽ പനികൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത്. നമ്മൾ സാധാരണ വൈറൽ പനി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ശരീരം മുഴുവൻ വേദനയില്ലേ, തലവേദന മുതൽ മസിൽ വേദന വരെ ഉണ്ടാവും. അപ്പോൾ ഹൃദയവും ശരീരത്തിൻ്റെ ഭാഗമല്ലേ, അപ്പോൾ ഹൃദയത്തിനെ അത് ബാധിക്കും. അപ്പോൾ വൈറൽ പനി കഴിഞ്ഞ് നമ്മളോട് വിശ്രമിക്കൂ എന്ന് നമ്മുടെ ശരീരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കേൾക്കാതെ കൂടുതൽ വ്യായാമത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം വരാം. അതായത് അവിടെയും വിശ്രമത്തിൻ്റെ അഭാവം ഒരു പ്രശ്നമാണ്. പിന്നെ ഈ കഠിനമായ വ്യായാമം, പ്രത്യേകിച്ചും നമുക്ക് പരിചിതമല്ലാത്ത കഠിനമായ വ്യായാമം, അത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് വേർക്കില്ലേ, ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം പോകും. അപ്പോൾ നിർജ്ജലീകരണം വരാം. പിന്നെ ഇലക്ട്രോലൈറ്റ്, അതായത് ലവണങ്ങൾ നഷ്ടപ്പെടും. വിയർപ്പ് തന്നെ നമ്മൾ രുചിച്ച് നോക്കിയാൽ ഉപ്പുരസം കാണൂല്ലേ. അതേമാതിരി നമുക്ക് സോഡിയം പോവും, പൊട്ടാസ്യം പോവും, മഗ്നീഷ്യം പോവും, കാൽസ്യം പോവും. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ഹൃദയ പ്രവർത്തനത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഹൃദയത്തിന് മാത്രമല്ല, നമ്മുടെ എല്ലാ പേശികളുടെ പ്രവർത്തനത്തിനും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ കഠിനമായ അധ്വാനം ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം, ലവണങ്ങൾ അടങ്ങിയ പാനീയം കഴിക്കണം. ഈ ലവണങ്ങൾ അടങ്ങിയ പാനീയം
വില കൂടിയ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം ഒന്നും വേണ്ട. സാധാരണ ORS ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അമ്മാതിരി ഏതെങ്കിലും നമ്മുടെ ഉദാഹരണമായിട്ട് നാരങ്ങ വെള്ളം ഒരു ലേശം ഉപ്പും പഞ്ചസാരയും ഇട്ട് കഴിച്ചാൽ മതി. പിന്നെ ഈ അവസരങ്ങളിലൊക്കെ വരുന്നത് നമ്മുടെ ഈ നെഞ്ചുവേദനയോടെ ഉള്ള ഒരു ഹാർട്ട് അറ്റാക്ക് അല്ല, നമ്മൾ ഈ മുതിർന്നവരിൽ അതാണല്ലോ. ഇതിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താളവ്യതിയാനമാണ്. ഹൃദയത്തിൻ്റെ ആ താളത്തിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെ രക്തത്തിന് പമ്പ് ചെയ്ത് മുമ്പോട്ട് പോയി, എന്നിട്ട് ഹൃദയം റിലാക്സ് ചെയ്യുന്നു. ഇപ്പോൾ രക്തം നിറയണം. അപ്പോൾ ഈ ഒരു താളം വ്യത്യാസം വന്ന് ഇങ്ങനെ പോയാലോ രക്തത്തിന് ഹൃദയത്തിൽ നിറയാൻ പറ്റില്ല. അപ്പോൾ ഹൃദയം വെറുതെ മിടിക്കുകയുള്ളൂ, രക്തം പമ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹൃദയത്തിലോട്ട് രക്തം വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ചെറുപ്പക്കാരിൽ ഉള്ള സഡൻ ഡെത്തിൻ്റെ, കുഴഞ്ഞു വീണ് മരണത്തിൻ്റെ യൂഷ്വൽ കാരണങ്ങൾ. ഈ ഹൃദയത്തിൽ ഈ ഹൃദയപ്രവർത്തനം, ഈ താളമൊക്കെ വരുന്നത് ഒരുതരം വയറ് പോലുള്ള സാധനങ്ങൾ, ഞരമ്പുകൾ, വയറ് പോലുള്ള സാധനങ്ങളിൽ കൂടെ കുഞ്ഞ് വൈദ്യുതി പ്രവാഹം കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇങ്ങനെ മിടിക്കുന്നത്. അപ്പം പെട്ടെന്നൊരു വോൾട്ടേജ് ഭയങ്കരമായിട്ട്, നമ്മുടെ സാധാരണ വയറിങ്ങിൽ പെട്ടെന്ന് വോൾട്ടേജ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബൾബ് ഫ്യൂസായി പോകും, ചിലപ്പോൾ ഒരു വയറിൽ നിന്ന് മറ്റേതിലോട്ട് ഇലക്ട്രിസിറ്റി ചാടും, അപ്പോൾ നമ്മുടെ ഫ്യൂസ് പോകും. ഇമാതിരിയുള്ള ഒരു ചാട്ടമാണ് ഹൃദയത്തിന് സംഭവിക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതായത് പരിചിതമല്ലാത്ത ഒരു വ്യായാമം ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു വോൾട്ടേജിൽ കറണ്ട് വരുന്ന അതുപോലെ സങ്കല്പിച്ചാൽ മതി. യഥാർത്ഥത്തിൽ അതാണോ എന്നുള്ളതല്ല, അങ്ങനെ അങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫ്യൂസ് പോകുന്ന പോലെ നമ്മുടെ ഹൃദയത്തിന് താളവ്യതിയാനം വരികയും നിശ്ചലമാവുകയും ചെയ്യാം. നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് പുനർജീവിപ്പിക്കാനായിട്ട് CPR എന്ന് പറയും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. എൻ്റെ തന്നെ ഒരു ക്ലാസ് അതിനുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് കാണാം. അപ്പോൾ ഇതിൽ പ്രധാന മെസ്സേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം പതുക്കെ വേണം കൂട്ടാൻ, പെട്ടെന്നെടുത്ത് കൂട്ടരുത്. കാരണം നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്, അതിന് സമയം കൊടുത്താൽ മതി. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അതികഠിനമായ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ഇത്തവണത്തെ വേൾഡ് ഹാർട്ട് ഡേയുടെ തീം തന്നെ ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ്. അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ ബീറ്റ് കൃത്യമായിട്ട് ആ ഒരു താളത്തിൽ പോകണം, മിസ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കഠിനമായ വ്യായാമം പോലെ വേറൊരു കഠിനമായ സാധനമാണ് സ്ട്രെസ്സ്. ഈ അപ്രതീക്ഷിതമായ റിപ്പീറ്റഡായിട്ടുള്ള സ്ട്രെസ്സ്, അത് ഒരുതരം ഹാർമോണുകൾ വരും ഈ സ്ട്രെസ്സ് കാരണം. ഇതും ശരിക്കും പറഞ്ഞാൽ ഹൃദയമിടിപ്പ് കൂട്ടാനൊക്കെ ഉള്ളതാണ്, പക്ഷേ അത് അനാവശ്യമായിട്ട് എപ്പോഴും കൂടുമ്പോൾ നമുക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ അപ്രതീക്ഷിതമായ കഠിന വ്യായാമം പോലെയാണ് ഈ റിപ്പീറ്റഡായിട്ടുള്ള സ്ട്രെസ്സ്. അപ്പോൾ അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു വരുമാനം വേണമല്ലോ, നമുക്കൊരു ഫോർ എ ലിവിങ് നമുക്കൊരു ജോലി ചെയ്തേ വെക്കും. ആ ജോലി ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല, അപ്പോൾ അതിന് സ്ട്രെസ് ഉണ്ടാവും. നമ്മുടെ ബോസ് നമുക്ക് ഇഷ്ടമുള്ള ആളായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള ആയിരിക്കില്ല നമ്മുടെ മേധാവി, അത് സ്ട്രെസ്സ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ കഠിനാധ്വാനം ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്യാൻ അനുവദിക്കരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ജോലി നമുക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്തേ പറ്റൂ, അതായത് നമ്മുടെ ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്തേ പറ്റൂ. പക്ഷെ അത് കൂടാതെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. എന്താണ് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകമാണ്, പക്ഷേ അത് നമ്മൾ ചെയ്യണം. ഇത്രയും പറയുമ്പോൾ ഒരു സാധാരണ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണോ? എൻ്റെ ഉത്തരം വേണ്ട എന്നാണ്. ആർക്ക് ചെയ്യണം? മറ്റുള്ളവർക്ക് തോന്നാത്തത്ര ക്ഷീണം അല്ലെങ്കിൽ തലകറക്കം, ഓടി കളിക്കുമ്പോൾ ഉള്ള നെഞ്ചിടിപ്പ് പോലെയുള്ള നെഞ്ചിടിപ്പ് വെറുതെ ഇരിക്കുമ്പോൾ വരിക, ഇങ്ങനെ ചില അപായ സൂചനകളുള്ളവർക്ക് ചെയ്യണം. ഇത് കൂടാതെ ഫാമിലിയിൽ അകാല മരണം, അതായത് 10-30 വയസ്സിൽ കുഴഞ്ഞു വീണ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവർക്കും അമ്മാതിരി ഒരു ജനിതക വ്യതിയാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ പരിശോധിക്കണം. എക്സർസൈസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അവർക്കും ഒരു മെഡിക്കൽ പരിശോധന വേണം. അല്ലാതെ സാധാരണ ആൾക്കാർക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ പരിശോധന വേണ്ട. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അപായ ലക്ഷണങ്ങൾ, ഉദാഹരണമായിട്ട് തലകറക്കം, അനാവശ്യമായ ക്ഷീണം, അതായത് സാധാരണ കുട്ടികൾ കളിക്കുന്ന പോലെ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക്
ക്ഷീണം, ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ പിന്നെ വല്ലാത്ത വെറുതെ ഇരിക്കുമ്പോഴും വല്ലാത്ത നെഞ്ചെടുപ്പ്, പടപടാന്നടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു പരിശോധന കഴിഞ്ഞ് വ്യായാമത്തിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറെ അസുഖങ്ങളുള്ളത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ചെറുപ്പക്കാരിലും ഡയബറ്റിസ്, പ്രഷർ എല്ലാം ഉണ്ടാവാറുണ്ട്. പിന്നെ സ്മോക്കിംഗ്, ഇപ്പോൾ പിന്നെ സ്മോക്കിംഗ് ഭാഗ്യത്തിന് ഇച്ചിരി കുറവാണ്. സ്മോക്കിംഗ് വളരെ 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 ഡേഞ്ചറസ് ആണ്. കാരണം ഈ അഴുക്കെല്ലാം കയറി നമ്മുടെ രക്തക്കുഴലിൽ പോകുമല്ലോ. പിന്നെ ഇത് കൂടാതെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഫാഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സാണ്. പല പല ഡ്രഗ്സുകളുണ്ട്, MDMA ഉൾപ്പെടെ ഒരുപാട് ഡ്രഗുകൾ. ഇതെല്ലാം ഹൃദയത്തിന് ദോഷമാണ്. അപ്പോൾ ഇതും ഒരു പ്രധാന കാര്യം. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് കാരണമില്ലാതെ ഇങ്ങനെ കുഴഞ്ഞു വീഴുമ്പോൾ ഇവർ ഡ്രഗ് അടിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡായിട്ടൊരു ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ CPR ചെയ്യണം. അതായത് ജീവൻ രക്ഷാപ്രവർത്തനം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ. പിന്നെ ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്നൊരു സാധനമുണ്ട്, AED. വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതെല്ലാ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലും വെച്ചേക്കും. അതായത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട്, അവിടെയല്ല. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആർക്ക് വേണേലും ഉപയോഗിക്കാം. ഇതെടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ പറഞ്ഞു തരും എന്ത് ചെയ്യണമെന്ന്. ആ മെഷീൻ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നോക്കും, അതിൻ്റെ താളവ്യത്യാസം ഉണ്ടെങ്കിൽ പറയും. ഈ താളവ്യത്യാസം ദോഷമുള്ളതാണെങ്കിൽ ഷോക്ക് കൊടുക്കാൻ പറയും. ആ മെഷീൻ പറയുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഈ AED മെഷീൻ എല്ലായിടത്തും, ആൾക്കൂട്ടമുള്ള എല്ലായിടത്തും വയ്ക്കുന്നതും അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാകുന്നതും നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഹാർട്ട് ഡേയിലുള്ള എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ്.